ഹലോ, റിതം ഓഫ് മൈ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കിഡിലൻ ടേസ്റ്റ് ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, 1 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്, അതുപോലെ തന്നെ അതിലോട്ടുള്ള ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു നാരങ്ങയുടെ ഹാഫ് ഞാനിവിടെ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള ഒരു നാരങ്ങയുടെ ഹാഫ് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൈവച്ചിട്ട്. എന്നിട്ട് നമ്മുടെ ചെമ്മീൻ ഇട്ടിട്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു മിനിമം ഒരു അരമണിക്കൂർ 1 മണിക്കൂറെങ്കിലും ചെയ്തോളൂ കേട്ടോ. നമ്മളിതൊരു 3 മണിക്കൂറോളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു 3 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. ഒരു 3/4 വേവ് മതി കേട്ടോ. കണ്ടപ്പോൾ ഇവിടെ റെഡിയാണ്. ഇനി അതിലോട്ടൊരു മസാല ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 മീഡിയം സൈസുള്ള 2 സവോള അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം കുറച്ചധികം തന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്, അതുപോലെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഒരു തക്കാളി. ഇത്രയും സാധനങ്ങളാണ് ആവശ്യം. അപ്പോൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് ഉലുവ പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് അതിലോട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ഒരു ഹാഫാണ് ഇട്ട് കൊടുക്കണ്ടേ. അരിഞ്ഞു വെച്ചതിന് സവോളയിൽ ഹാഫ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഒന്ന് വാടി വരുമ്പം അതിലോട്ട് നമ്മളൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. മൂടി വെച്ചിട്ട് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. ഞാനിവിടെ തണുത്തതിന് ശേഷം ഒരു മിക്സിയിലോട്ട് മാറ്റുന്നുണ്ട്. നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. കണ്ടോ, ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ പഴയ പാനിലോട്ട് തന്നെ ആ മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. എണ്ണ പുറത്ത് വരുന്നത് പോലെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. കണ്ടോ, അപ്പോൾ എണ്ണയൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചെമ്മീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ കേട്ടോ. ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളകും കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ചെമ്മീൻ നന്നായിട്ട് തന്നെ വെന്തോട്ടെ. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ആ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബാക്കി കൂടെയുള്ള സവാളയും കൂടെ ഇതിൽ കൂട്ടി ചേർക്കുന്നുണ്ട്.
എന്നിട്ട് ഇതുപോലെ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തന്നെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നല്ലൊരു ബ്ലാക്ക് കളറായിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത്രയും മതി. നിങ്ങൾ കളർ കാണുന്നില്ല, അതിൻ്റെ ബ്ലാക്ക് കളറായിട്ടുണ്ടത്. അത്രയും നന്നായിട്ട് വഴറ്റിയതുകൊണ്ടാണ് ഇങ്ങനെ ആവുന്നത്. ആ എണ്ണയൊക്കെ പുറത്ത് വന്നിട്ട് നല്ല സൂപ്പർ മണം കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചെമ്മീൻ റോസ്റ്റിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.